വെള്ളിയാഴ്ച ആയിട്ട് കറിക്കൊന്നും കിട്ടിയിട്ടില്ലടോ. ഇങ്ങനെ ഇരിക്കാം, എന്താ ചെയ്യാ? ഇപ്പം നിങ്ങൾ വിചാരിക്കും അയ്യേ പരിപ്പ് കറിയൊന്ന്, അങ്ങനെ പരിപ്പ് കറിനെ ആരും തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ആ പരിപ്പ് കറീൻ്റെ കൂടെ പോയിട്ട് പിടിപ്പിടിക്കാൻ വേണ്ടി ഇതുപോലെ ഞങ്ങളെ നല്ല സ്പെഷ്യൽ ഒരു ഉണക്കും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ല ഒരു രക്ഷയില്ല. ഇത് മാത്രമല്ല വേറൊരു ഐറ്റം കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ചോറ് പോകുന്ന വഴി അറിയോ, ഇത് ഞങ്ങൾ തന്നെ ഉണക്കിയിട്ട് ഞങ്ങളെ സ്വന്തം ഉണക്കാണ്, അതുകൊണ്ട് ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരസ്യമൊന്നും കൊടുക്കാനില്ല, ഞങ്ങളെ സ്വന്തമാണ്. അപ്പോൾ പരിപ്പ് കറി എന്തായാലും എല്ലാവർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പരിപ്പറി. കാരണം സിമ്പിളായിട്ടൊരു പരിപാടിയാണ്. ഞങ്ങൾക്കും ഇതേ സിമ്പിൾ പരിപാടിയേ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് ഉള്ളി മുളകൊക്കെ മൂപ്പിച്ച് മുളകൊക്കെ കരിയിച്ച് ഈ വക പരിപാടിയൊന്നും ഞങ്ങൾക്ക് നടക്കില്ല. ഞങ്ങൾക്ക് പച്ച ഉള്ളിയും തക്കാളിയും പച്ച നമ്മളെ വേപ്പിലയും എല്ലാം പച്ചക്ക് പൊടികളും എല്ലാം അങ്ങോട്ട് ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി ഉപ്പും ഒക്കെ ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് അഴിച്ചിട്ട് 2-3 വിസിൽ പരിപ്പറി അങ്ങോട്ട് സെറ്റായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പിടിക്കണമെങ്കിൽ നമ്മളെ ഈ ഉണക്കും കൂടി വേണം. അതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യലിട്ട്. എന്തായാലും ഉണക്ക് എന്ന് പറഞ്ഞാൽ ഉണക്ക് നത്തലി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നത്തലി. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ എന്തൊക്കെ വെറൈറ്റി സാധനങ്ങൾ ചേർക്കാൻ പറ്റും അതൊക്കെ ഞങ്ങൾ ചേർക്കോട്ടെ. ചിലപ്പോൾ നത്തലിൻ്റെ കൂടെ നമ്മുടെ പരന്ന ആ ഒരു നന്ദൻ എന്നൊക്കെ പറയില്ലേ, അത് ആ ഒരു സാധനമുണ്ട്. ഇത് വേളൂരി അങ്ങനെയും പറയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളി അങ്ങനെ ഞാൻ കൂട്ടാറില്ല. പിന്നെ നമ്മളെ കറിവേപ്പില ഞങ്ങൾ സ്വന്തം കറിവേപ്പിലയാണ്. അപ്പോൾ അതും ഒക്കെ കൂടിയിട്ട് ഒന്ന് ചതക്കും കേട്ടോ. ഒന്ന് ഒതുക്കി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നല്ലോണം വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് മൂപ്പിച്ചിട്ട് ആ ഒരു പരിപാടിക്ക് നമ്മളെന്തായാലും ഉണക്ക് വറക്കുന്നതിൽ നമ്മൾ ചേർക്കോട്ടെ. ഞാൻ പറഞ്ഞ പോലെ എല്ലാ സാധനവും ഇതിൻ്റെ കൂടെ ചെമ്മീൻ ഉണ്ടെങ്കിൽ ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ അതും ഞങ്ങൾ മിക്സാക്കിയൊക്കെ ഇടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മളിങ്ങോട്ട് വറുത്ത്. അപ്പോൾ എൻ്റെ കുക്കർ നന്നായിട്ട് വിസിലൊക്കെ അങ്ങോട്ട് വീശുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം മറ്റേ സ്പൂൺ ഇട്ടു, പിന്നെ ഞാൻ മരത്തിൻ്റെ സ്പൂൺ ഇട്ടു. കാരണം മരത്തിൻ്റെ സ്പൂൺ ശരിയാവുന്നു. നിങ്ങളെ പേടിച്ചിട്ട് ഞാൻ വീണ്ടും മരത്തിൻ്റെ സ്പൂൺ എടുത്തിട്ട് വന്നു കേട്ടോ. കാരണം നിങ്ങൾ പറയില്ലേ മരത്തിൻ്റെ സ്പൂൺ ഇങ്ങനെ നോൺ സ്റ്റിക്കിൽ ഇതിടില്ലെന്ന്. പക്ഷേ അതെനിക്ക് നടക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെയും ഇത് സ്റ്റീലിൻ്റെ തന്നെ എടുത്തിട്ട് വന്ന സ്പൂണ്. കാരണം അതിൻ്റെ അടിയിൽ ഞാൻ മുട്ടിക്കാണ്ട് ഇളക്കുന്ന കേട്ടോ. എനിക്കറിയാം പാത്രത്തിലൊന്നും നമുക്കത് ഇടാൻ പാടില്ല. പക്ഷേ മുട്ടിക്കാണ്ട് എടുക്കുകയാണ്. ഇളക്കാനൊരു സുഖം കിട്ടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഇനി നമ്മൾ വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ട് നല്ലോണം മൊരിഞ്ഞ് കരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കറുമുറു ആവുന്ന ആ ഒരു പരുവത്തിൽ ഇങ്ങോട്ടേക്ക് കോരി മാറ്റിയിട്ട് ആ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉള്ളിയും ഇഞ്ചി മസ്റ്റാട്ടോ. ഇഞ്ചി എന്തായാലും ഭയങ്കര ടേസ്റ്റാട്ടോ. ഈ ഉണക്കിന് ഇഞ്ചി പിടിക്കുമ്പോഴല്ല ആ ഒരു മസാലക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇഞ്ചി ഉള്ളി മാത്രം അത് മൂപ്പിച്ചതിന് ശേഷം നമ്മളെ മുളക് പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടി പേരിന് ഇട്ടിട്ട് അങ്ങോട്ട് വറക്കാട്ടോ. സത്യം പറഞ്ഞാൽ ഒന്ന് മൂപ്പിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഉണക്ക് വറക്കാനും ഉണക്ക ചെമ്മീൻ വറക്കാനും അല്ലെങ്കിൽ ഈ വക കാര്യമൊക്കെ ഫസ്റ്റ് ഞാൻ പഠിച്ചത് എൻ്റെ സവിയപ്പൻ്റെ അടുത്ത് തന്നെയാട്ടോ. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഉണക്കച്ചെമ്മീൻ എനിക്ക് വറക്കാനൊന്നും അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് എന്നെ ഉണക്കച്ചെമ്മീൻ വറക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. കാരണം കുടുംബക്കാരിൽ നിന്ന് കുറ്റമൊന്നും കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം ഭർത്താവ് എന്നെ കയറിയിട്ട് ഇതിങ്ങനെയാണ് വറക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നത് എനിക്ക് എൻ്റെ അവിയപ്പം തന്നെയാട്ടോ. ആ ഒരു ഉപ്പിടണത് കണക്കൊക്കെ അതാണല്ലോ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉണക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണക്ക് അങ്ങോട്ട് വറുത്തങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഇപ്പം തന്നെ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഈ നത്തലി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നത്തലിന് വേളൂരി, ആ വേളൂരിൻ്റെ ആ ഒരു കുഞ്ഞ് അത് തന്നെയല്ലേ, അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു കുഞ്ഞ് അതിനെയാണ് ഞങ്ങൾ ഇങ്ങനെ പറയണത് കേട്ടോ. പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. അത് പോരാണ്ട് ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് കറി സെറ്റായിട്ടുണ്ട്. പരിപ്പ് കറീൻ്റെ കൂടെ ഇനി ഈ ഒരു ഐറ്റം കൂടി കേട്ടോ. മാങ്ങ കൊത്തിയരിഞ്ഞ് വെച്ചാൽ നമ്മൾ ആ ബ്ലേഡില്ലേ ആ കട്ടറിൽ ഇങ്ങനെ ഉരച്ചിട്ടെടുക്കുന്ന സംഭവം കേട്ടോ. ഇത് ഞാൻ മുന്നേ ഒരു റെസിപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ ഒരു റെസിപ്പി ഇതൊന്നും പറയാനൊന്നും ഇല്ല. അതാ മുളക് പൊടിയും നമ്മളെ ഉള്ളിയും ഉപ്പും പിന്നെ വെളിച്ചെണ്ണ ഇട്ടിട്ടൊന്ന് നല്ലോണം കൈ കൊണ്ട് ഒരു അറപ്പും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൂട്ടാനല്ലേ, ഇനി കൂട്ടാത്തവർ കൂട്ടണ്ടെന്നേലേ. അതുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കാട്ടെ. ഇപ്പോൾ വായിൽ എന്തായാലും എല്ലാവർക്കും വെള്ളം വരുന്നുണ്ടാവും എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ അതാ നന്നായിട്ട് യോജിപ്പിച്ച് നല്ല പുളിയും ഒരു ചെറു മധുരമൊക്കെ ഉള്ളൊരു നല്ലൊരു മാങ്ങയാട്ടാ. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എന്തൊരു രസമായിരുന്നു. അത് വെറുതെ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് തിന്നുക ശരിക്കും പറഞ്ഞാൽ അല്ലേ. ഈ പ്രായത്തിലേ ഇത് നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. കൈ നക്കാണ്ട് വരാൻ പറ്റില്ലല്ലോ. കൈയൊക്കെ നക്കിയിട്ട് കഴുകിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ചോറൂണിൻ്റെ സമയമായിട്ടുണ്ട്. ഇനിയിപ്പം എങ്ങനെയുണ്ട് പരിപ്പ് കറിയോ എന്ന് ചോദിച്ചവർക്ക് ഇപ്പം ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ടാവും പരിപ്പ് കറിയും കൂട്ടി ചോറിനാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നോക്കിക്കണ്ട ഇന്നിപ്പോൾ കഴിഞ്ഞോന്നറിയില്ല. ഇനി നാളെ എന്തായാലും നിങ്ങൾ പരിപ്പ് കറി ആക്കിക്കോ. എന്നിട്ട് ഇതുപോലൊരു ഉണക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഉണക്കും ഇങ്ങനെ ഒരു മാങ്ങ കൊത്തിയിരിഞ്ഞത് ഉണ്ടെങ്കിണ്ടല്ല വെറും പരിപ്പ് കറി എന്നൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. ഉച്ചക്കൊക്കെ ഇല്ലേതാ ഇനി മറ്റേ നമ്മളൊരു പാട്ടില്ലേ അണ്ണൻ്റെ സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിനടിയാനല്ലേ, അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി അങ്ങോട്ട് ചോറ് തിന്നാലുണ്ടല്ലോ. വാ ഇത് രസം എന്നറിയോ.
സത്യം ഇതെന്തായാലും ടേസ്റ്റി സാധനം കേട്ടോ. നമ്മളപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച അയ്യോ കറിയൊന്നും ഇല്ലല്ലോ, മീനൊന്നും കിട്ടിയില്ലല്ലോ എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. ഞങ്ങൾക്ക് വല കിട്ടില്ലാത്തപ്പോൾ ഞങ്ങൾ പരിപാടി ഇതൊക്കെ തന്നെ കേട്ടോ, നത്തൽ വറക്കുക, ചെമ്മീൻ വറക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു ഊണൊക്കെ ആയി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ.